സ്വാമിയെ ശരണമയ്യപ്പ. ഓം നമഃ ശിവായ. പുരാണ പ്രസിദ്ധവും പുണ്യപുരാതനവുമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരതമൊട്ടുമുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ദക്ഷിണകാശി എന്ന് പേരുകേട്ട മഹാക്ഷേത്രം 3 നേരങ്ങളിൽ 3 ഭാവങ്ങളിലായി ഭക്തർക്ക് ദർശനം നൽകുന്നു. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും, സായങ്കാലം പാർവതീ സമേതനായി വിരാജിക്കുന്നു. ശബരിമല ഇടത്താവളങ്ങളിൽ ഒന്നായ ഈ മഹാക്ഷേത്രത്തിൽ 2025 മാർച്ച് 17 മുതൽ ഏപ്രിൽ 13 വരെ, മലയാള മാസം 1200 ആണ്ട് മീനമാസം 3 മുതൽ 30 വരെ ഒരു മഹത് ചടങ്ങ് നടക്കുകയാണ്. കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും. സർവാധിഷ്ഠപ്രദായകനും അന്നദാനപ്രഭുവുമായ തിരുവൈക്കത്തപ്പന്റെ അനുഗ്രഹവും സർവമംഗളദായിനിയായ കൊടുങ്ങല്ലൂരമ്മയുടെ നിറസാന്നിധ്യവും ഒത്തുചേരുന്ന ശുഭമുഹൂർത്തം. 12 വർഷത്തിലൊരിക്കൽ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭരണി ഉത്സവം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ കാർത്തിക നക്ഷത്രത്തിൽ ദേവിക്ക് വേണ്ടി വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് നടത്തിവരുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. 12 ദിവസം പഞ്ചവർണ്ണങ്ങളാൽ ദേവിയുടെ രൂപം 8 കൈ, 16 കൈ, 32 കൈ, 12-ാം ദിവസം 64 കൈകളിൽ ആയുധമേന്തി ഉഗ്രരൂപിണിയായ ദേവിയുടെ രൂപം വാഹനമായ വേദാളത്തിന്റെ പുറത്തു കയറി വരുന്ന കളമാണ് എഴുതുന്നത്. ദേവിയുടെ വലതുവശം ദേവചൈതന്യവും ഇടതുവശം അസുര ചൈതന്യവുമാണ് സൂചിപ്പിക്കുന്നത്. ദേവിയുടെ കൈകളിൽ ഏന്തിയ 64 ആയുധങ്ങൾ 64 കലകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം. 12-ാമത്തെ ദിവസം വലിയ ഗുരുതിയോടുകൂടി കളമെഴുത്തും പാട്ടും അവസാനിക്കുന്നു. വടക്കുപുറത്ത് പാട്ടിന്റെ മുന്നോടിയായി വൈക്കത്തപ്പന് 51 ആചാര്യന്മാർ 27 നക്ഷത്രങ്ങൾക്ക് 27 ദിവസങ്ങളിലായി അർച്ചന നടത്തുന്നു. 28-ാം ദിവസം ഭഗവാന് സഹസ്രകലശത്തോടുകൂടി കോടിയർച്ചന പര്യവസാനിക്കുന്നു. ഓം നമഃ ശിവായ. ഉദയനാപർവ്വതം വലം ചെയ്ത് അസ്തമിക്കുന്നൊരാസ്തമനപർവ്വതം വലം ചെയ്ത് അഭിഷേകപർവ്വതം വലം ചെയ്ത് ശ്രീകൂടപർവ്വതം വലം ചെയ്ത് ശ്രീ മഹാകാഞ്ചന. ഒരു വ്യാഴവട്ടത്തിന്റെ പുണ്യവുമായി വ്യാക്രപാദപുരി വീണ്ടും ഒരു വടക്കുപുറത്തു പാട്ടിനും കോടിയർച്ചനയ്ക്കും ഒരുങ്ങുകയായി. ദേശം മുഴുവൻ പകർച്ചവ്യാധിയാൽ വലഞ്ഞപ്പോൾ വൈക്കം ദേശം വാണിരുന്ന വടക്കുംകൂർ രാജാവ് പ്രജകളെ കൂട്ടി കൊടുങ്ങല്ലൂരമ്മ ഭഗവതിയെ ഭജനം ചെയ്തുവത്രേ. വടക്കുംകൂർ രാജാവിന്റെയും പ്രജകളുടെയും ഭജനത്തിൽ സംപ്രീതയായ കുരുമ്പക്കാവിലമ്മ ദേശത്തെ രോഗവ്യാധികൾ നീക്കി അനുഗ്രഹിക്കുകയും 12 വർഷത്തിലൊരിക്കൽ താൻ അവിടെ വന്നെത്താമെന്നും അപ്പോൾ തനിക്ക് കള്ളംപാട്ട് നടത്തണമെന്നും അരുളി ചെയ്ത് വരം നൽകി അനുഗ്രഹിച്ചു അത്രേ. ആയതിന്റെ അനുഷ്ഠാനാർത്ഥം 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആചാരമാണ് വടക്കുപുറത്തു പാട്ട്. സർവാലങ്കാര വിഭൂഷിതയും സകല കലകൾ ധരിച്ചവളും വേതാള ശ്രീകണ്ഠ നിവാസിനിയുമായ മഹാഭദ്രകാളിയെ ക്ഷേത്രത്തിന്റെ വടക്കുപുറത്ത് നെടുമ്പുര കെട്ടി കുടിയിരുത്തി പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് തിരുരൂപം എഴുതി അനുഷ്ഠാന വാദ്യങ്ങളോടെ പാടി സേവിക്കുന്ന മഹത് കർമ്മമാണ് വടക്കുപുറത്തു പാട്ട്. പൂവിദാനവും അതേനോ